അസ്ന, എന്താ ചേച്ചി? അമാനി ദേ ഇവിടെ എല്ലാവരെയും ഇങ്ങനെ ഞെട്ടിച്ച് ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്ത് ഇപ്പൊ അങ്ങ് പോയേ ഉള്ളൂ. ഇപ്പൊ കൂടെ നമുക്ക് വന്നത് അസ്ന നിസ. അസ്ന വിരഹം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മള് പിന്നെ ആ പാട്ടിലേക്ക് ഇറങ്ങുമ്പോ മതിയല്ലോ അതിന്റെ ഇമോഷൻ. അതിന് മുന്നേ തന്നെ അതും കൊണ്ടുവരണ്ടല്ലോ എന്നുള്ളൊരു മട്ടിൽ വളരെ ഹാപ്പിയായി ഒരു എന്താ പറയാ ഒരു 100 out of 100 പുഞ്ചിരിയുമായിട്ട് നിൽക്കുകയാണ്. ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ ഇന്ന് ബൽക്കിസ് പാടിയ മറക്കുവാൻ കഴിയില്ല എന്നുള്ള പാട്ട്. ഓക്കെ, അപ്പൊ വിരഹത്തിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു പാട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. ഓൾ ദി വെരി ബെസ്റ്റ്, നന്നായിട്ട് പാട്. താങ്ക് യു ചേച്ചി. മറക്കുവാൻ കഴിയില്ല മരിക്കുവോളം മനസ്സിലെ മുഹബത്ത് കടലിനോളം. മറക്കുവാൻ കഴിയില്ല മരിക്കുവോളം മനസ്സിലെ മുഹബത്ത് കടലിനോളം. മോഹങ്ങൾ കൂട്ടി ഞാനൊരു കുന്നോളം മലരിനെ കാണിന്നില്ല എല്ലോളം. മറക്കുവാൻ കഴിയില്ല മരിക്കുവോളം മനസ്സിലെ മുഹബത്ത് കടലിനോളം.
അസ്ന, ചേച്ചി ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടേ അസ്നയ്ക്ക് എന്താണ് മനസ്സിലൊരു എയിം, ഒരു ലക്ഷ്യമുള്ളത് എന്താ? ലക്ഷ്യമോ? നന്നായിട്ട് പാടാൻ തന്നെയാണ്. ആ, പിന്നെ പിന്നെന്താ? അൻവർക്ക, അപ്പൊ നന്നായിട്ട് പാടുക എന്നുള്ള ലക്ഷ്യം നിറവേറ്റി നിൽക്കാണ്. അവള് നന്നായിട്ട് പാടുക എന്നുള്ള ലക്ഷ്യത്തോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ലോ BP ഒന്ന് തലകറങ്ങി വീഴുക എന്നുള്ള ലക്ഷ്യം കൂടി അവൾക്ക്. ഞങ്ങള് ലോ BP അടിച്ചിരിക്കുക മക്കളെ പാട്ട് കേട്ടിട്ട്. ഇതെന്താ മോനെ അസ്ന, ഓ തകർത്തു, അടിപൊളി, ഉഗ്രനായിട്ട് പാടി. ഫീൽ ഭയങ്കരമായിരുന്നു. ഇതൊരു വിരഹം റൗണ്ടിന് ഇതുപോലെ ആപ്റ്റായിട്ടുള്ള പാട്ട് വേറെ ഇല്ല, മക്കൾക്ക് പാടാം. അല്ല, ഇത് നമ്മുടെ സൈനുദ്ദീൻ ഇരട്ടപ്പുഴ എഴുതി അബീറ അലി സംഗീതം ചെയ്ത് നമ്മുടെ ബൽക്കീസ് മാം പാടിയതാണ്. അറിയാലോ അത്? ആ, അതാണ്. അപ്പോൾ എന്താ പറയുക, ഇത് വരികൾ ഭയങ്കരമാണ് കേട്ടോ. മറക്കുവാൻ കഴിയില്ല, മരിക്കുവോളോ എന്ന് പറയല്ലേ, ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അങ്ങനത്തെ ഫീല് ഉള്ള ഒരു സുന്ദരമായ പാട്ട്, മൊത്തത്തിൽ ഒരു ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ശബ്നം ഇങ്ങനെ ഇരുന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണ് ഇവിടെ എന്താണ് ഇപ്പം. എന്ത് മോഡുലേഷനാണ് മോളെ പാടി വെച്ചിരിക്കുന്നത്. ടു ബി വെരി ഓണസ്റ്റ്, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരുപാട് ഇപ്പം അന്യഭാഷകളിലെയും ഫീമെയിൽ സിംഗേഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് ഫീമെയിൽ സിംഗേഴ്സിൻ്റെ എല്ലാ പ്ലേബാക്ക് സിംഗേഴ്സ് ആയിക്കോട്ടെ, അല്ലാത്ത ഇപ്പോൾ കൺസേർട്സ് നടത്തുന്ന മ്യൂസീഷ്യൻസ്, പക്ഷേ ഞാൻ മോള് പാടുന്ന പോലെ ഈ മോഡുലേഷൻ ഡെലിക്കേറ്റായിട്ട് മോഡുലേറ്റ് ചെയ്ത് പാടുന്ന ഞാൻ മോളെ കണ്ടിട്ടുള്ളൂ. സത്യമായിട്ട് ഞാൻ അങ്ങനെ, കാര്യം മോളുടെ വോയിസിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കാം മേ ബി. ആ ഒരു മോഡുലേഷൻസ് കൊടുക്കുന്നതിൽ ആ ഒരു അത്രയും ഡെലിക്കേറ്റായിട്ട് മോഡുലേഷൻ കൊടുക്കാൻ ഭയങ്കര പാടാണത്. അത് ആ വോയിസും കൂടെ മാച്ചായിട്ട് വന്നാലേ പറ്റുള്ളൂ. ഭയങ്കര സന്തോഷം കേട്ടോ. അത് ഇങ്ങനെ ഒരു വല്ലാണ്ടങ്ങ് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടായി പോയി. എന്തായാലും വെരി ഗുഡ്.